ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പുറത്തു വന്നുള്ള പ്രധാനപ്പെട്ട ISL അതുപോലെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മൾ വീഡിയോയിലൂടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആയിരുന്നു, പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു ട്രാൻസ്ഫർ മൂവ് ആയിരുന്നു. പഞ്ചാബ് FC-യുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ മാദി തലാലിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി എന്നുള്ള ന്യൂസ്. ഇത് IFTWC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പ്രീ കോൺട്രാക്റ്റിലാണ് ഇപ്പോൾ സൈൻ ചെയ്തത്. അപ്പോൾ വരും സീസണിൽ താരം ഈസ്റ്റ് ബംഗാളിലായിരിക്കും കളിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗാൾ മാധ്യമ പ്രവർത്തകനായ സോഹൻ പൗഡറും ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എങ്ങനെയായാലും ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നല്ലൊരു സൈനിങ് ആണ്. എല്ലാവർക്കും അറിയും, ഈ സീസണിലെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഈ സീസണിലെ ഏറ്റവും മികച്ച വിദേശ താരങ്ങളിൽ ഒരു താരമാണ് മാദി തലാൽ. ഈ സീസണിലെ 19 മത്സരങ്ങൾ ISL കളിച്ച താരം, 4 ഗോളും അതുപോലെ തന്നെ 8 അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള താരമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള താരവും ISL ഈ സീസണിലെ അത് മാദി തലാലാണ്. അതുപോലെ തന്നെ സൂപ്പർ കപ്പിൽ 3 മത്സരം കളിച്ച് അവിടെ 2 അസിസ്റ്റും താരം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് മാദി തലാൽ. അപ്പോൾ നല്ലൊരു താരത്തെ തന്നെയാണ്. വെറും 26 വയസ്സ് മാത്രമാണ് താരത്തിന് പ്രായം വരുന്നത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് ഒരു ഗ്രേറ്റ് സൈനിങ് തന്നെയാണ്. ഞാൻ പഞ്ചാബ് FC-ക്ക് താരത്തെ നിലനിർത്താൻ കഴിയാതെ പോയത് അത് മറ്റൊരു അടി തന്നെയാണ് പഞ്ചാബ് FC-യെ സംബന്ധിച്ച്. പഞ്ചാബ് FC-യുടെ ഈ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനത്തിൻ്റെ ഏറ്റവും വലിയ കാരണം അത് മാദി തലാലാണ്. അപ്പോൾ താരം പോകുന്നതോടുകൂടി അവർ ആരായിരിക്കും പകരക്കാരനായിട്ട് കൊണ്ടുവരാമെന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്നാൽ മാദി തലാലിനെ സ്വന്തമാകാൻ ISL മറ്റു ക്ലബ്ബുകളും രംഗത്തുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, അതുപോലെ തന്നെ ചെന്നൈയിൻ FC, ബാംഗ്ലൂർ FC, ഇൻക്ലൂഡിങ് കേരള ബ്ലാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു എന്നാണ് IFTWC-യുടെ റിപ്പോർട്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തിനാണ് ഉൾപ്പെടുത്തി അറിയില്ല, ബ്ലാസ്റ്റേഴ്സ് എൻക്വയറി ചെയ്തിരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ അവർ കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, അറിയില്ല. എങ്ങനെയായാലും ബ്ലാസ്റ്റേഴ്സിന് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ അവസാനം ഈസ്റ്റ് ബംഗാളാണ് സ്വന്തമാക്കിയുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു അപ്ഡേറ്റിലേക്ക് ഒരു ആൾ ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്മുടെ ഗ്രീക്ക് ഡയമണ്ടായ നമ്മുടെ ദിമിത്രിയോസ് ഡാമൻഡോസിനെ സ്വന്തമാക്കാൻ ഇപ്പോഴും നിലവിൽ രംഗത്തുണ്ട് ഈസ്റ്റ് ബംഗാൾ. മുമ്പ് ഈസ്റ്റ് ബംഗാളിൽ ഒരു ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ആ ഓഫർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വീണ്ടും മറ്റൊരു ഓഫർ കൂടി ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തുനിന്ന് ഡയമൻഡോസിന് കിട്ടിയിട്ടുണ്ട്. ഡയമൻഡോസിന് കൊടുത്തിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സോഹാൻ പൗഡർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഡീലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ അവരുടെ ഫസ്റ്റ് ചോയ്സ് അത് ഡയമൻഡോസിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓർഹെ പെരേര ഡയാസ്, മുംബൈ സിറ്റിയിൽ നിന്ന് ഓർഹെ പെരേര ഡയാസിനെ സ്വന്തമാക്കലാണ് അവരുടെ സെക്കൻഡ് ഓപ്ഷൻ. അപ്പോൾ എങ്ങനെയാലും അവർ വിടാതെ പിന്തുടരുന്നുണ്ട് ഡയമൻഡോസിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ കരാർ പുതുക്കിയിട്ടില്ല. ആരാധകർ ആശങ്കയിൽ തന്നെയാണ് ഡയമൻഡോസിൻ്റെ കാര്യത്തിൽ നിലനിൽക്കോ ഇല്ല എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. എന്തായാലും എന്താണ്ടാവുക എന്നുള്ളതൊക്കെ അത് നമുക്ക് കണ്ട് തന്നെ അറിയാം. അതുപോലെ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊരു അപ്ഡേറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രിയാൻ ലൂന ഇൻഡിവിജ്വൽ ട്രെയിനിങ് കാര്യങ്ങൾ ആരംഭിച്ചതിൻ്റെ ഒരു ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വാട്സപ്പിലൂടെയൊക്കെ പരക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളതിനാണ് സ്റ്റേഡിയത്തിലുള്ള പ്രാക്ടീസിനിടയിൽ അഡ്രിയാൻ ലൂന അവിടെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു ഹാപ്പി, ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഫുൾ ഫിറ്റ് ആയിട്ട് നമ്മുടെ ലൂണയെ തിരികെ ഈ സീസണിൽ തന്നെ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കാം. ആ വീഡിയോ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് രേഖപ്പെടുത്തി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.